അതുകൊണ്ട് നിങ്ങൾ എത്ര വിചാരിച്ചാലും ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ഓടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോഴേ ശശി തരൂർ കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത് ഈ അദ്ദേഹത്തിന് അതൃപ്തിയുമായി ബന്ധപ്പെട്ട് വന്ന വാക്കുകൾ ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. തനിക്ക് പറയാനുള്ള നേതൃത്വത്തോട് പറയും എന്നാണ്. അതായത് മഹാപഞ്ചായത്തിൽ തരൂരിനെ അവഗണിച്ചു എന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം പറയട്ടെ, ചിലത് ശരിയാണ്, ചിലത് ശരിയാണെന്ന് പറയട്ടെ. അദ്ദേഹത്തിന് അതൃപ്തി ഇല്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അത് ഇന്നലെ വരാതിരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. നേതാവിനെ സംബന്ധിച്ച് പാർട്ടിയല്ലേ? അല്ല, അത് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് അല്ല. ഇപ്പൊ അങ്ങായിരുന്നെങ്കിൽ അത് ഞാൻ പാർട്ടിയുടെ നിർണായക ചർച്ചയിൽ നിന്ന് എന്നെ പോലെ അല്ലല്ലോ ശശി തരൂർ. ശശി തരൂർ ഒരു എഴുത്തുകാരനാണ്, ഗ്രന്ഥകാരനാണ്, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 100% പാർട്ടിക്കാരനല്ലോ എപ്പോഴും. അദ്ദേഹം അതിനേക്കാൾ ഉപരിയായിട്ട് എഴുത്തും അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ രാജ്യവ്യാപകമായും രാജ്യത്തിന് പുറത്തും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെയാണ് പൂർണ്ണ സമയം പാർട്ടിക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പാർട്ടി പരിപാടികൾക്കാണ് പ്രാധാന്യം. അദ്ദേഹത്തിന് അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ എത്ര വിചാരിച്ചാലും ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ഓടിക്കാൻ പറ്റില്ല.